ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. നിഫ്റ്റി ഓട്ടോ സൂചികയിൽ ഇന്ത്യയിലെ നിരവധി പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികൾ ഉൾപ്പെടുന്നു. ഇവയിൽ ചില കമ്പനികൾ കൂടുതലും അവരുടെ വിപണി സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബ്രാൻഡ് ശക്തിയും പ്രവർത്തന കാര്യക്ഷമതയും കാരണം ഇതിന് കാര്യമായ സാമ്പത്തിക നേട്ടമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിക്ക് ഗണ്യമായ വിപണി വിഹിതമുണ്ട്. കമ്പനിയുടെ വിജയത്തിന് കാരണം അതിന്റെ ശക്തമായ ബ്രാൻഡ് അംഗീകാരം, വിപുലമായ വിൽപ്പന, സേവന ശൃംഖല, വിവിധ ഉപഭോക്തൃ വിഭാഗങ്ങൾക്ക് സേവനം നൽകുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്ന പോർട്ട്ഫോളിയോ എന്നിവയാണ്. ഇന്ധനക്ഷമതയുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമായ വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പായി മാരുതി സുസുക്കി തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ഹീറോ മോട്ടോകോർപ്പ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഹീറോ സൈക്കിൾസും ജപ്പാനിലെ ഹോണ്ടയും സംയുക്ത സംരംഭമായി 1984-ൽ സ്ഥാപിതമായ ഹീറോ മോട്ടോകോർപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായി ഉയർന്നുവന്നു. ഇന്ത്യയിലുടനീളം 5 നിർമ്മാണ സൗകര്യങ്ങൾ കമ്പനി പ്രവർത്തിപ്പിക്കുന്നു. പ്രതിവർഷം 9 ദശലക്ഷത്തിലധികം യൂണിറ്റുകളുടെ സംയുക്ത ഉൽപാദന ശേഷിയാണിത്. ഹീറോ മോട്ടോകോർപ്പിന് 6000-ത്തിലധികം കോണ്ടാക്ട് സെന്ററുകളുടെ വിപുലമായ വിൽപ്പന, സേവന ശൃംഖല, വ്യാപകമായ വിപണി വ്യാപനം ഉറപ്പാക്കുന്നു. ഹീറോ സ്പ്ലെൻഡർ പോലുള്ള കമ്പനിയുടെ മുൻനിര മോഡലുകൾ ഉയർന്ന വിൽപ്പന കണക്കുകൾ നേടുന്നത് തുടരുന്നു. ഇത് വിപണി ആധിപത്യം ശക്തിപ്പെടുത്തുന്നു. ബജാജ് ഓട്ടോ ലിമിറ്റഡ്. 1945-ൽ സ്ഥാപിതമായ ബജാജ് ഓട്ടോ ഇരുചക്ര, മുച്ചക്ര വാഹന വിഭാഗങ്ങളിലെ ഒരു പ്രധാന കളിക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3-വീലർ നിർമ്മാതാവായും ആഗോളതലത്തിൽ 3ാമത്തെ വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാവായും കമ്പനി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ബജാജ് ഓട്ടോയുടെ നിർമ്മാണ സൗകര്യങ്ങൾ ചെക്കൻ, വാലുജ്, ബന്ദ്നഗർ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശക്തമായ നിർമ്മാണ ശേഷിയുമുണ്ട്. കമ്പനിയുടെ വിൽപ്പനയുടെ ഒരു പ്രധാന ഭാഗം വഹിക്കുന്ന ശക്തമായ കയറ്റുമതി സാന്നിധ്യം അന്താരാഷ്ട്ര വിപണികളിലെ അതിന്റെ മത്സര നേട്ടത്തെ അടിവരയിടുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്. 1945-ൽ സ്ഥാപിതമായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിവിധ മേഖലകളിലായി അതിന്റെ പ്രവർത്തനങ്ങൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് മേഖലയിൽ ഗണ്യമായ സാന്നിധ്യവുമുണ്ട്. 1954-ൽ ജീപ്പ് CJ3 അസംബിൾ ചെയ്തുകൊണ്ടാണ് കമ്പനി ആരംഭിച്ചത്. അതിനുശേഷം എസ്യുവികൾ, വാണിജ്യ വാഹനങ്ങൾ, ട്രാക്ടറുകൾ തുടങ്ങി വിവിധതരം വാഹനങ്ങൾ ഉൾപ്പെടുത്തി അതിന്റെ ഉൽപ്പന്ന ശ്രേണി വിപുലീകരിച്ചു. നൂതനാശയങ്ങളോടും ഗുണനിലവാരത്തോടുമുള്ള മഹീന്ദ്രയുടെ പ്രതിബദ്ധത ഓട്ടോമോട്ടീവ്, കാർഷിക ഉപകരണ മേഖലകളിലെ ഒരു പ്രധാന കളിക്കാരനായി അതിനെ സ്ഥാപിച്ചു. ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്. പ്രശസ്തമായ ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ ടാറ്റ മോട്ടോഴ്സ് 1945-ൽ സ്ഥാപിതമായി ഇന്ന് ഒരു ബഹുരാഷ്ട്ര ഓട്ടോമോട്ടീവ് കമ്പനിയായി വളർന്നു. കമ്പനിയുടെ ഉൽപ്പന്ന നിരയിൽ ബ്രിട്ടീഷ് അനുബന്ധ സ്ഥാപനമായ ജാഗ്വാർ ലാൻഡ് റോവർ വഴി പാസഞ്ചർ കാറുകൾ, വാണിജ്യ വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ടാറ്റ മോട്ടോഴ്സിന് ഇന്ത്യയിലുടനീളം നിർമ്മാണ പ്ലാന്റുകളുണ്ട്. കൂടാതെ അർജന്റീന, ദക്ഷിണാഫ്രിക്ക, യുണൈറ്റഡ് കിങ്ഡം, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ സൗകര്യങ്ങളുള്ള ആഗോള സാന്നിധ്യവുമുണ്ട്. 2024 മാർച്ചിൽ പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും വ്യത്യസ്ത ബിസിനസ് വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് ടാറ്റ മോട്ടോഴ്സ് 2 വ്യത്യസ്ത ലിസ്റ്റഡ് കമ്പനികളായി വിഭജിക്കുന്നതിനുള്ള തന്ത്രപരമായ പുനഃസംഘടന പ്രഖ്യാപിച്ചു. ഈ കമ്പനികളുടെ സ്ഥാപിതമായ വിപണി സ്ഥാനങ്ങൾ, വിപുലമായ വിതരണ ശൃംഖലകൾ, നൂതനാശയങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ അവരുടെ ശക്തമായ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമാകുന്നു. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൂടി സീറോഡക്കയുടെ ലിങ്ക് ഞാൻ വിവരണത്തിൽ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുറക്കാം. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.